മെയ് 2 സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്തനേഷ്യസ്. ജനനം 295 വർഷം അലക്സാണ്ട്രിയയിൽ. മരണം അദ്ദേഹത്തിൻ്റെ 78 വയസ്സിൽ 373 വർഷം അലക്സാണ്ട്രിയയിൽ വെച്ച്. 3-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജനിച്ചു. നിഖ്യ സൂനഹദോസ് കഴിഞ്ഞ് 3-ാം വർഷം മുതൽ 45 വർഷം അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസ് ആയിരുന്നു അത്തനേഷ്യസ്. 17 വർഷവും വിപ്രവാസത്തിലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിച്ച നിഖ്യ സൂനഹദോസിലെ വിശ്വാസ പ്രമാണം സർവരാലും സ്വീകൃതമാക്കുവാൻ ചെയ്ത പരിശ്രമങ്ങളാണ് അദ്ദേഹത്തെ വിപ്രവാസത്തിലേക്ക് നയിച്ചത്. ഡോക്ടർ ഗ്രിഗറി നസിയാൻ വിശുദ്ധ അത്തനേഷ്യസിനെ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: അദ്ദേഹം അപരിചിതരെ സൽക്കരിക്കുന്നവനാണ്, ആശ്രിതരോട് കൃപാലുവാണ്, സകലർക്കും അഭിഗമ്യനാണ്, വേഗം കോപിക്കുന്നവനല്ല, സംഭാഷണ ചതുരനാണ്, സ്വഭാവം മധുരമാണ്, വാക്കിലെന്ന പോലെ പ്രവൃത്തികളിലും കാര്യക്ഷമത പ്രകടമാണ്, ഭക്തകൃത്യങ്ങളിൽ ഉത്സാഹിയാണ്, എല്ലാ തരക്കാരും പ്രായക്കാരുമായ ക്രൈസ്തവർക്ക് സഹായകനുമാണ്. രക്തസാക്ഷിത്വം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സമാധാനപൂർണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങൾ. 325 നിഖ്യ സൂനഹദോസിൽ വെച്ച് അത്തനേഷ്യസിൻ്റെ പ്രതിഭയും പ്രശസ്തിയും പ്രകാശിതമായി. പിതാവും പുത്രനും സാരാംശത്തിൽ സമന്മാരാണെന്നുള്ള വസ്തുത ശക്തിയായി സൂനഹദോസിൽ വാദിച്ചു. സൂനഹദോസ് കഴിഞ്ഞ് 5-ാം മാസം അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസ് ആയിരുന്ന അലക്സാണ്ടർ മരിച്ചു. ജനങ്ങൾ ഏകസ്വരത്തിൽ ആർപ്പ് വിളിച്ചു: ഞങ്ങൾക്ക് അത്തനേഷ്യസിനെ തരിക, അദ്ദേഹം ഒരു നല്ല മെത്രാനായിരിക്കും. ഈജിപ്തിലെ മെത്രാന്മാർ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു. അന്ന് അത്തനേഷ്യസിന് 30 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ആര്യൻ പാഷണ്ഡികൾ ചക്രവർത്തിമാരുടെ അനുഭാവം തേടി അത്തനേഷ്യസിനെ 5 പ്രാവശ്യം നാടുകടത്തി. പല പ്രാവശ്യം അദ്ദേഹത്തെ വധിക്കാൻ ഉദ്യമിക്കുകയും ചെയ്തു. ദൈവം അദ്ദേഹത്തെ കാത്തുപരിപാലിച്ചു. അത്തനേഷ്യസിന് ശത്രുക്കളെന്ന പോലെ തന്നെ മിത്രങ്ങളുമുണ്ടായിരുന്നു. 5 തവണയായി 17 വർഷങ്ങൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചതിൻ്റെ പേരിൽ അത്തനേഷ്യസിന് വിപ്രവാസത്തിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. വിപ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴെല്ലാം അലക്സാണ്ട്രിയൻ ജനത അദ്ദേഹത്തിന് രാജകീയ സ്വീകരണമാണ് നൽകിയിരുന്നത്. അക്കാലത്ത് വലിയ ഉത്സവങ്ങൾ വിവരിക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നത് അത്തനേഷ്യസിൻ്റെ സ്വീകരണം പോലെയെന്നാണ്. കത്തോലിക്കരെ പാഷണ്ഡികൾ എന്ന് വിളിച്ചിരുന്നത് അത്തനേഷ്യൻസ് എന്നാണ്. അപ്പസ്തോലന്മാർക്ക് ശേഷം ക്രിസ്തുമതത്തിലെ പരിശുദ്ധ സത്യങ്ങൾ വളരെ ലളിതവും മനോഹരവുമായി പഠിപ്പിച്ച മഹാനാണ് അത്തനേഷ്യസ് എന്നത്രേ കാർഡിനൽ ന്യൂമാൻ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ അത്തനേഷ്യസ് രചിച്ചിട്ടുള്ള ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആര്യൻ പാഷണ്ഡതയുടെ വിവിധ വശങ്ങളെപ്പറ്റിയാണ്. മരുഭൂമിയിലെ വിശുദ്ധ അന്തോണിയുടെ ജീവചരിത്രം തപോജീവിത പ്രചാരണത്തിന് വളരെ ഉപകരിച്ചിട്ടുണ്ട്. വചനം സഖറിയ 1-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. സഖറിയ പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യധികം കോപിച്ചിരുന്നു. അതുകൊണ്ട് നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. വിചിന്തനം: വിശുദ്ധ അത്തനേഷ്യസിനെ പോലെ ഈശോയുടെ ദൈവത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. ദൈവപുത്രനായ ഈശോ, പാപിയായ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആ പ്രാർത്ഥനയിലൂടെ അനേകം ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ സഖറിയ പ്രവാചകനിലൂടെ ദൈവം ആഹ്വാനം ചെയ്ത പ്രവൃത്തികൾ നമുക്ക് പൂർത്തിയാക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം.